ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ എനിക്ക് ചോറ് എടുത്ത് തരും. എന്നെയും കഴിക്കാൻ ഉണ്ടാക്കി വെക്കും ഈ അമ്മയുടെ അനിയത്തി. ഇവർക്ക് പണിയില്ല, ഇവിടെ പണി കിട്ടാൻ താമസമാ, പുതിയ ആൾക്കാരായതുകൊണ്ട്. വരുമ്പോഴത്തേക്ക് ചോറെടുത്ത് തരുമ്പോൾ അത് കഴിക്കുന്നതാണ് 6:30-7 ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. ഓ, ആ ചോറിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ടോ? എനിക്ക് സംശയം ഇപ്പോഴാണ് തോന്നുന്നത്. യോബ് വരുന്ന നോക്കി ഇരിക്കത്തില്ല, ഞാൻ ഉറങ്ങും കിടന്ന്. അങ്ങല്ല വരുന്ന നോക്കി ഇരിക്കുന്ന സ്വഭാവമായിരുന്നു എൻ്റെ. ഒരുമിച്ച് ചോറ് ഉണ്ണുകൊള്ളായിരുന്നു. അന്ന് ഞാൻ കിടന്ന സ്ഥിരമായിട്ടും എനിക്ക് സംശയം, ദൈവമേ ഞാൻ എന്നെ തയ്ക്കുന്ന തുണി വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക. അതെ അതെ, രാത്രിയൊക്കെ തയ്ക്കുന്ന പറഞ്ഞിട്ട് അതുപോലെ ഇരിക്കുന്ന ഞാൻ. അപ്പൊ അവർക്ക് ഈ മയക്കമരുന്ന് അതൊക്കെ കിട്ടാനുള്ള വല്ല സാധ്യത ഉണ്ട്. അവരുടെ മകന് ഹാർട്ടിന്റെ അസുഖം ഉള്ളതാ. അപ്പൊ ഇവർക്ക് നേരത്തെ ഈ ഒരുമാതിരി മെന്റൽ പോലത്തെ ഉള്ളതായിരുന്നു ഈ സ്ത്രീക്ക്. അപ്പൊ പുള്ളിക്കാർക്ക് ഉറക്കഗുളിക മേടിക്കാൻ നല്ല. പിന്നെ എന്തിനാ പിന്നെയും ആ കുഞ്ഞു അമ്മയുടെ വീട്ടിൽ പോയത്? പിന്നീട് പോകല്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ നിർബന്ധിച്ച്. മര്യാദക്ക് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. 300 രൂപ. ഞാൻ പോകാതൊക്കെ 8 മണിയൊക്കെ രാത്രി വരെ വീട്ടിൽ നിന്ന് തയ്ക്കുന്നുണ്ട്, എനിക്ക് തയ്ക്കാനാണെന്ന് പറഞ്ഞു. ബലമായിട്ട് വന്നാൽ തുണിയും വലിച്ച് മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന വീടാണ്. ഞാനും കൂടെ ചെന്നാൽ മാത്രമേ ഇവർക്കവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടെ പകല് വണ്ടി കൊണ്ടിട്ടിട്ട് ലോഡും കയറ്റിക്കൊണ്ട് പോവുക. ജ്യൂസിന്റെ കമ്പനിയിൽ വണ്ടി ഓടിക്കുന്നേ. ഇവിടുന്ന് ജ്യൂസ് കയറ്റിക്കൊണ്ട് ലോഡും കയറ്റിക്കൊണ്ട് പോയി വണ്ടി കൊണ്ട് ഈ വീട്ടിൽ മുറ്റത്തിട്ടിട്ട് ഇവിടെ കിടക്കുക. സിന്ധു അച്ഛൻ എവിടെയാ? എന്റെ അച്ഛനെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ താമസം, അമ്മയുടെ കൂടെ. അമ്മയുടെ കൂടെ. അച്ഛൻ ഇതിലൊന്നും ഇടപെടത്തില്ലേ? അച്ഛനായിട്ട് ഞാൻ വഴക്കുണ്ടാക്കി ഇത് പറഞ്ഞു. അച്ഛൻ ഇടപെട്ടു. നീ പോക്ക് ശരിയില്ല എന്ന് പറഞ്ഞു. അവളുടെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പോകത്തില്ല, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടായപ്പോ നീ എന്നാണ് നിന്റെ ജീവിതം കാണിച്ചോളാൻ പറഞ്ഞു. അച്ഛൻ അമ്മയോട് പറഞ്ഞു, അവളെ കെട്ടിച്ചു വിട്ടതല്ലേ, അവൾക്ക് അവിടെ ജീവിതം നോക്കാൻ അറിയാം, നീ നിന്റെ പണി നോക്കാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതേ ഉള്ളായത്, എന്നോട് പിന്നെ സംസാരിക്കാനൊന്നും പറ്റില്ല. പ്രാർത്ഥന അമ്മോടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അമ്മേനെ വീട്ടിൽ കയറ്റത്തില്ല അവര്. വരുമ്പോ അടിച്ചിറക്കും, ഓടിക്കും. ഇതിനു മുമ്പ് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിറ്റടിയിൽ കിടക്കുമ്പോൾ എന്നെ ബ്ലീഡിങ് ആയിട്ട് ആശുപത്രി കൊണ്ടുപോകത്തേ ഇല്ലായിരുന്നു. 6 മാസമായി എൻ്റെ കൂടെ കിടന്നിട്ട്. എൻ്റെ വീട്ടിൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരു ദിവസം എൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു വിട്ടു ആരും കൂടെ കിടക്കണം, രാത്രിയിൽ ബ്ലീഡിങ് ഉണ്ടായാൽ അറിയത്തില്ല, ആൾ മരിച്ചു പോകുന്നു പറഞ്ഞു. എന്നിട്ട് എൻ്റെ കൂടെ കിടന്നില്ല. അന്നപ്പോൾ ഞാൻ കിടന്ന് കരഞ്ഞു. ഞാൻ എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് വന്നില്ല, കിടന്നില്ല. അത് കഴിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടായാലും ഈ സ്ത്രീ തന്നെ വന്നാണ് എന്നെ ആശുപത്രി കൊണ്ടുപോയത്. അപ്പൊ ഈ ഉറക്കഗുളിക തന്നതിന്റെ ഭർത്താവ് വന്നിട്ടും വന്നില്ല. ഈ ചിറ്റമ്മയെ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കയറ്റി സംസാരിപ്പിച്ചു. എന്നെയൊക്കെ സംസാരിപ്പിച്ചില്ല. ഇവർക്ക് ഈ ഉറക്കഗുളിക തന്നിട്ടുണ്ടെന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല ബ്ലീഡിങ് ഉണ്ടായത്. അപ്പൊ അത് പറയുമെന്ന് പേടിച്ച് ഇവര് കൂടെ വന്നിട്ട് ഇവരെ കൂടെ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നാൽ മതി, എന്തെങ്കിലും സംശയം ഉണ്ട് അവർക്ക്. വരാത്ത കാരണം വരുന്നില്ല, അമ്മാമ വന്നാ മതി, നീ പൊക്കോളാനാ പറയുന്നത്. പൈസ അവരാ എന്നെ കൊണ്ടുപോകണ്ട, നിങ്ങൾ എന്നെ വിളിച്ചില്ലേ? വരുന്നുണ്ട്, വരാതിരിക്കുക. വീട്ടിലിരിപ്പുണ്ട് അപ്പോഴും. അപ്പൊ എന്ത് പറഞ്ഞു വിളിച്ചപ്പോ? ഞാൻ വരുന്നില്ല, അമ്മാമ ഉണ്ടല്ലോ, അമ്മാമയെ പൈസ എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയത്. ബ്ലീഡിങ്ങിനൊക്കെ പെണ്ണുങ്ങൾ പോയാൽ മതി കൂടെയെന്ന്. ഭർത്താവല്ല. ഞാൻ പറഞ്ഞു ഭർത്താവാ വരേണ്ടത്, അമ്മാമയല്ലല്ലോ എൻ്റെ കൂടെ കഴിയുന്നത്, നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് പോലും വന്നില്ല. അപ്പോൾ പിള്ളേരെ കൊണ്ട് വീട്ടിൽ നിന്ന് TV കാണുന്നുണ്ട് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ എല്ലാം. ആ വരവ് വന്നു. അന്ന് ഒരു ദിവസം അവരോട് കിടന്നു. പിറ്റേ ദിവസമൊക്കെ ഇവർ പിന്നെയും പോയി. അന്ന് തൊട്ട് ഭർത്താവ് പിന്നെ അവിടെയായിരുന്നു. ഹസ്ബൻഡ് എവിടെ പോയി? ഹസ്ബൻഡ് അന്നേരം പണിയില്ല, പണി പോയി, അവിടുത്തെ പണി പോയി. അപ്പൊ രാത്രി അയാളല്ലേ? അപ്പൊ പണി പോയപ്പോ മലനാട് മിൽക്കിന്റെ കമ്പനി ഉണ്ട്, നമ്മളുടെ കമ്പനി. ആ കമ്പനിയിൽ ജോലിക്ക് പോവുക, രാത്രി നൈറ്റ് വണ്ടിക്ക് പോവാന്ന് പറഞ്ഞ് വണ്ടിയിൽ അങ്ങ് പോവാന്ന് പറഞ്ഞ് പോവുക. അപ്പൊ ഞാനോടത്ത് പണിയില്ലായിരിക്കില്ല, എനിക്ക് ഇത്രയും കടമുള്ളതല്ലേ, 500 അങ്ങ് കൊണ്ടു തരട്ടെ എന്ന് കരുതി ഞാൻ വന്ന ഉടനെ ചോറും കറിയും വെച്ച് അപ്പോഴേ ചോറുണ്ടങ്ങ് പോകുക. അപ്പൊ ഇത്രയും വലിയ ആമ്പിള്ളേരും സിന്ധുവിന്റെ മക്കളും മാത്രം ഒരു വീട്ടില്. അപ്പൊ അയാൾക്ക് സംശയമൊന്നുമില്ല? ഭർത്താവിന് അങ്ങനെ ഒരു സംശയമേ ഇല്ല, എന്നെ കുറിച്ച് ഇതുവരെ സംശയമില്ല. ആൺകുട്ടികൾ എന്തിനാ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ? ചിറ്റടി വന്നപ്പം പുള്ളിക്കാരിക്ക് മഠത്തിൽ പണി കിട്ടി. മഠത്തിൽ പണി കിട്ടിയപ്പോൾ രാത്രി നിൽക്കണമെന്നും പറഞ്ഞ്, പിള്ളേർക്ക് അസുഖമുള്ള കൊച്ചല്ലേ, അവനെയും കൂട്ടി എൻ്റെ അടുത്ത് പൊക്കോളെ, രാത്രി വയ്യാഴിക്ക് വന്നതെന്നു പറഞ്ഞ് എന്നോട് മൂത്ത കൊച്ചിനെ എനിക്ക് കൂട്ടി കിടത്തുക. എന്നിട്ട് എൻ്റെ ഭർത്താവ് രാത്രി അവിടെ പോയി കിടക്കുക. അവർ മഠത്തിൽ പോകുന്നില്ല ജോലിക്ക്. അപ്പോൾ ഇത്രയും വളർന്ന ആമ്പിള്ളേരാകുമ്പോൾ സിന്ധു തനിച്ചൊരു ചെറിയ പെണ്ണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? പ്രശ്നങ്ങളുണ്ടായില്ല വെച്ചാൽ ആദ്യം വന്ന സമയത്തൊന്നും പ്രശ്നങ്ങളില്ല. നമ്മുടെ തൊട്ടടുത്ത ആൾ മരിച്ചപ്പം ഇച്ചിരി വിഷയങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ അടുത്താണ് ദഹിപ്പിച്ചൊക്കെ. ഈ പിള്ളേർക്ക് പേടി കിടക്കാൻ, വേറെ മുറിയിൽ കട്ടിലിട്ട് കിടക്കാൻ പേടി. അപ്പം വീടിന് വാതിലൊന്നുമില്ല, ഒക്കെ പിടിപ്പിക്കുക, പണി തീരാത്ത വീടാ. അപ്പൊ ഞാൻ അവിടെ കയറി വാടക കിടക്കേണ്ടത് കയറി താമസിച്ചാ. അപ്പൊ ഈ കുഞ്ഞുങ്ങളും അവിടെ കിടക്കല്ല, വാതിലില്ല, പേടിയാന്നും പറഞ്ഞു എന്റെ കൂടെ വന്ന് ഒരു കട്ടിലേക്ക് കിടക്കുക. ഒരു കട്ടിലേക്ക് കിടന്നപ്പോൾ എനിക്ക് പന്തികേട്, ഇത്രയും വലിയ പിള്ളേർ കൂടെ ഞാൻ മുട്ടി കിടക്കണ്ടേ. അപ്പൊ കട്ടിൽ ഇങ്ങനെ കിടക്കേണ്ടടത്ത് ഞാൻ തിരിഞ്ഞിങ്ങനെ കിടന്നു. ഇങ്ങനെ കിടന്നപ്പോൾ തലയണ വെച്ചിട്ട് കിടന്നു കഴിയുമ്പം എനിക്ക് ഇവന്മാർ ഈ 2 കുഞ്ഞുങ്ങളെയും കൂടെ വിട്ടു. ഇളയതിനെ കൂടെ വിട്ടിട്ട് പറഞ്ഞു എനിക്ക് രാത്രി അവിടെ കിടക്കണം, 2 പേരെ കൊണ്ട് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. കൊണ്ടുപോയിട്ട് ഭർത്താവ് അവിടെയാണ് കിടക്കുന്നത്. ഇവരും ഭർത്താവും തന്നെ അവിടെ. ഈ കുഞ്ഞമ്മയും ഭർത്താവും വീട്ടിൽ തന്നെയായി കിടക്കുന്നത്.
എനിക്ക് ഇവർ കൂട്ടത്തിൽ കിടക്കുമ്പോൾ എനിക്ക് പേടിയാണ്. പിറ്റേ ദിവസം തൊട്ട് ഞാൻ തലകണയെല്ലാം ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെച്ചു. എൻ്റെ പൊക്കത്തിൽ ഇങ്ങനെ വെച്ച് പറഞ്ഞു, ഒറ്റ പിള്ളേർ എൻ്റെ ദേഹത്ത് കാലെടുത്തിട്ടേക്ക്, എൻ്റെ ദേഹത്ത് കാലെടുത്തിരുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ നല്ല അടി തരുമെന്നും പറഞ്ഞ് ഞാൻ തലകണ പൊക്കി വെച്ചിട്ട് കിടക്കുക, എന്നെ മുട്ടാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ ദിവസം കിടന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ പിള്ളേർ കാണിക്കുന്നുണ്ട്, അത് ശരി. ഭർത്താവിനോട് പറഞ്ഞു, പിള്ളേർ ഇങ്ങനെ കാണിക്കുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല, ഇവരെ പറഞ്ഞ് വീട്ടിൽ വിടെന്ന് പറഞ്ഞു. അവര് കുഴപ്പമൊന്നുമില്ല, നിനക്ക് തോന്നുമായിരിക്കും എന്നും പറഞ്ഞ് പിന്നെ അങ്ങ് പോക്ക് തുടങ്ങി. അത് നിങ്ങളെല്ലാം കൂടി എന്തിനാ ഒരു കട്ടിൽ കിടക്കുന്നത്? ഈ പിള്ളേർക്ക് പേടി, ഇപ്പുറത്ത് മുറി കിടക്കാനാ. ഇത്രയും വലിയ ആമ്പിള്ളേർക്ക് പേടി, മുറി കിടക്കാൻ. സമ്മതിച്ചത് എന്ത് ചെയ്യാനാ? ഇതുങ്ങളെ കൊണ്ടുവിടാൻ പറഞ്ഞ അത് കേൾക്കില്ല, എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല, അതും പറ്റത്തില്ല. വീട്ടിൽ പോയി കയറി കിടക്കാം എനിക്ക്, പക്ഷെ അത് സമ്മതിക്കത്തില്ല, വീട്ടിൽ പോകണ്ടെന്നും പറഞ്ഞു. ഇളയ ചെറുക്കനോട് ചോദിച്ചു, എടാ അളിയൻ വീട്ടിൽ വരുന്നുണ്ടാടാന്ന് ചോദിച്ചു. അപ്പോൾ ഇളയ ചെറുക്കൻ പറഞ്ഞു, ആ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. അളിയൻ രാത്രി 10 മണിയായും വന്നിട്ട് രാവിലെ 6:30 ആകുമ്പോൾ അളിയൻ പോകുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, നീ എന്തിനാ മോനെ എന്നോട് ഇത് പറയാഞ്ഞെന്ന് ചോദിച്ചു. നിനക്ക് ചോറ് വെച്ച് തന്നിട്ടുള്ള അല്ലേ ഞാൻ, നീ അങ്ങനെയല്ലേ കാണുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ചേച്ചിയോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അളിയൻ അമ്മ അടിക്കുമെന്നാ പറയുന്നത്. ചേട്ടനെ ഉണ്ണിച്ചായനെ വിളിക്കാം, ഉണ്ണിച്ചായനെ തല്ലുന്ന ചുവരിൽ വെച്ച് എന്നെ അടിക്കുമെന്നാ പറയുന്നത്. അത് വീട്ടിൽ പറഞ്ഞു, എന്നോട് പറയില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയാത്തേന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങനെ പോന്നു. അപ്പൊ പിന്നെ ഈ ബന്ധം പിന്നെ സിന്ധു കണ്ടോ? എന്നിട്ട് ഞാൻ പ്രിൻസിപ്പളോട് എന്ന് പറഞ്ഞു, ടീച്ചറെ എനിക്ക് ബാങ്കിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്, ടീച്ചറോട് കള്ളം പറഞ്ഞ് സ്കൂളിൽ അറിയാതിരിക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ബാങ്കിൽ പോകാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഞാൻ എനിക്ക് വണ്ടിക്കൂലില്ല, നടന്നു പോകാൻ, ഓട്ടോയ്ക്ക് പോകണം, 30 രൂപ ഓട്ടോക്കൂലി എടുക്കണം. ഞാൻ നടന്ന് ഞാൻ ഓടി അവിടെ വീടിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അതിന് മുമ്പ് ഞാൻ സ്കൂളിൽ വെച്ച് ഫോൺ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ അമ്മാമ്മ എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കൊച്ചെ ഞാനിന്ന് പണിക്ക് പോയില്ലടി, എനിക്ക് തലവേദനയാന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് ജോബി അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോബിയെ ഫോൺ വിളിച്ചത് മിസ് കോൾ പോയിട്ട് ഞാൻ പെട്ടെന്ന് കട്ടാക്കി. പെട്ടെന്ന് വിളിച്ചാൽ അവിടെ ഉണ്ടെങ്കിൽ അറിയില്ലേ, പോകുകയില്ലെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഫോൺ ഇങ്ങോട്ട് വിളിച്ചു. എന്നാടി വിളിച്ചതെന്ന് ചോദിച്ചു. ടീച്ചർ എന്നോട് ആശുപത്രി പൊക്കോളാൻ പറഞ്ഞ അനുവാദം തന്നെന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നോട് പറയാം, ഞാൻ RTO ഓഫീസിൽ പോവുകയാണ്, എനിക്ക് ഇപ്പോൾ വരാൻ സമയമില്ല, 12:30 കഴിയുമ്പോൾ ആശുപത്രി പോകാമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, ആ ശരിയെന്ന് പറഞ്ഞു. അത് മതിയെന്ന് സിന്ധു അവിടെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ അങ്ങ് പോയി, ഓടി ചെന്ന് വെളിയിൽ ചെന്നപ്പോഴത്തേക്ക് കഥ അടച്ചിട്ടിരിക്കുക. ഞാൻ ചെന്ന് കഥ അടച്ചിട്ടിരിക്കുകയാണ്. മുറിക്കകത്ത് ലൈറ്റ് ഉണ്ട്. അന്നേരം ഞാൻ വൈകുന്നേരമാണ്, രാവിലെ 10 മണിക്ക് തന്നെ. 10 മണിക്ക് പിന്നെ ലൈറ്റ് കാര്യം പറഞ്ഞതോ? മുറി അടച്ചിട്ടിരിക്കുക, മുറിക്കകത്തിരിക്കുക. അപ്പൊ ഞാൻ കഥയിൽ ഇങ്ങനെ കൊട്ടി വെച്ച്, ഞാൻ സാരി കാണാതെ ഇങ്ങനെ മാറി നിന്നേച്ച് കഥയിന്റെ താക്കോൽ പഴുതിനകത്തോടെ ഞാൻ അകത്തോട്ട് നോക്കി. താക്കോൽ പഴുതിനകത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരി പാവാട ഇട്ടിട്ടുണ്ട്, അടിയിലെ സ്കേർട്ട് ഇട്ടിട്ട് ചുരിദാറിന്റെ മണ്ടവശം ഇട്ടിട്ടുണ്ട്. മണ്ടവശം അതിങ്ങനെ എടുത്ത് ഇട്ടോണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഞാൻ ഈ താക്കോൽ പഴുതിനകത്തോടെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ മാറി നിന്നു. അപ്പൊ സാരി കാണാതെ മാറി നിന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി അടുക്കളക്കഥക്ക് പോയി തുറന്നേച്ച് ഈ ചെണ്ടാത്ത ചെറുക്കനെ വിളിക്കുക, വാവേന്ന്. അപ്പൊ കൊച്ചു സ്കൂളിൽ നിന്ന് വരുന്നാന്നാ പുള്ളിക്കാരി ഓർത്തത്. സ്കൂളിൽ നിന്ന് അങ്ങനെ തലകറക്കം ഉണ്ടായി വരുന്നാന്ന് ഓർത്ത് വിളിച്ചപ്പോ ഞാൻ ഓടി അതിലെ അടുക്കള വഴി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറ്റിച്ചേന്ന് പറഞ്ഞു. ഞാൻ കൈ എടുത്തു, ഞാൻ പറ്റിച്ചേ, ഞാൻ നിങ്ങൾ തലവേനയാന്ന് അറിഞ്ഞ് വന്നാന്ന് ഞാൻ പറഞ്ഞു. തലവേനയാന്നല്ലേ പറഞ്ഞു, അത് അറിഞ്ഞ് വന്നാന്ന് പറഞ്ഞു. അതുകൊണ്ട് അകത്തോട്ട് ഞാൻ അങ്ങ് കയറിയപ്പോൾ ലൈറ്റ് കിടത്തിട്ട് ഇറങ്ങി വന്നത്. ഞാൻ ഇതന്നെ ലൈറ്റ് ഇടാതെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ കിടക്കുമായിരുന്നടി മോനെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ വായിക്കായി വെച്ചു ഇങ്ങനെ മുഖത്ത്. എനിക്ക് സംശയമുണ്ട്, ആളില്ലാത്തുണ്ടല്ലോ. അപ്പോഴത്തേക്കും വെളിയിൽ നിൽക്കുമ്പോൾ ഉടമസ്ഥൻ വെളിയിൽ നിൽപ്പുണ്ട് പശുവിനെ നോക്കിക്കൊണ്ട്. സാറിനോട് ചെന്നാ വന്നേന്ന് ചോദിച്ചു കൈകൊണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സാറിന് അറിയാൻ ടീച്ചറിനോട് പറഞ്ഞായിരുന്നു. ഇപ്പം പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് ഞാൻ അങ്ങ് കയറി. അപ്പോൾ സാറ് പോകാതെ അവിടെ നിൽക്കുക, അലമ്പുണ്ടാവുമല്ലോ എന്ന് ഓർത്ത് സാറ് പോകാതെ അവിടെ നിൽക്കുമായിരുന്നു. മുറിക്കാത്തൊരു കയറിയപ്പോഴത്തേ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഉടുത്തിരുന്ന കയ്യിൽ തപ്പി പിടിച്ചിങ്ങ് എഴുന്നേറ്റ് വന്നു. എൻ്റെ ഒരു സ്വരം കേട്ടപ്പോഴത്തേക്ക് കട്ടിലേ നിങ്ങൾ എഴുന്നേറ്റിങ്ങി വന്നു. എഴുന്നേറ്റ് വന്നപടി ഞാൻ തിരിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ പുറകെ തിരിഞ്ഞ പടി ഞാൻ പുള്ളിക്കാരിട്ട് അടിച്ചു. അയാളടിച്ചു, ഞാൻ അടിച്ചു. കുഞ്ഞമ്മേനെ അടിച്ചു. ഇത്ര നാള് നീ എന്റെ ഭർത്താവിനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു അല്ലേടിന്ന് ചോദിച്ചു. ഇനി ഇത് വിട്ടു തരത്തില്ല എന്ന് പറഞ്ഞു. കുറെ അടിച്ചു. ഞാൻ കട്ടിലിൽ ഇട്ടിട്ട് മുടിക്കുത്തിന് പിടിച്ച് കൊങ്ങാക്കുഴിക്ക് ഞെക്കി പിടിച്ചു. സത്യം പറയടിന്ന് പറഞ്ഞു. എത്ര നാളായിട്ട് തുടങ്ങിയ സത്യം പറയാൻ പറഞ്ഞു. അപ്പത്തെ എന്നോട് പറഞ്ഞു, നീ അവരെ തല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മേശയിൽ ഇന്നൊരു കത്തെടുത്ത് പറഞ്ഞു, ഇനി നിങ്ങൾ എൻ്റെ നേരെ വന്നാൽ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഇങ്ങനെ കൈകൊണ്ട് തട്ടി. പെട്ടെന്ന് എനിക്കൊരു ബോധ്യം വന്നു, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, വീട് അടച്ചിട്ടിരിക്കുവാണ്, നാട്ടുകാരും കാണുന്നുമില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്നൊരു ബോധ്യം വന്നു. പിള്ളേരുടെ കാര്യം ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചിങ്ങനെ താഴോട്ടിട്ടിട്ട് സത്യം പറയാൻ പറഞ്ഞു. അപ്പം എൻ്റെ കാലേ പിന്നിട്ട് എന്നോട് ഇങ്ങനെ ക്ഷമ കണ്ടോന്ന് അമ്മയുടെ അനിയത്തി പറഞ്ഞു, മോനെ 6 മാസമായിട്ടുണ്ട്, നീ ക്ഷമിക്കണം, ആരോടും പറയില്ലെന്ന് പറഞ്ഞു. സിന്ധു പറഞ്ഞത് മുഴുവനും നമ്മൾ കേട്ടു. ജോബിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.